പരിണാമത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്ന് ആധുനികയുഗത്തിൽ എത്തി നിൽക്കുകയാണ് നമ്മുടെ മനുഷ്യരാശി. എന്നാൽ ഭൂമിയിൽ ഒതുങ്ങി നിൽക്കാതെ പ്രപഞ്ചത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു കോണിൽ ജീവൻ്റെ അംശമുണ്ട് എന്ന് നാം അന്വേഷിച്ചിറങ്ങിയിട്ട് കാലങ്ങളേറെയായി. അത്തരത്തിൽ നിരവധി ഗ്രഹങ്ങൾ നമ്മുടെ ശാസ്ത്രലോകം ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അത്തരമൊരു ഗ്രഹത്തിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു യൂണിവേഴ്സ് എക്സ്പ്ലെയിനർ. തുടക്കത്തിൽ പറഞ്ഞ പോലെ ജീവന് സാധ്യമായ ചില ഗ്രഹങ്ങൾ നമ്മുടെ ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു ഗ്രഹമാണ് K2-18b എന്ന ഈ ഗ്രഹം. 2014 കൊപ്ലർ സ്പേസ് ടെലിസ്കോപ്പാണ് K2-18 എന്ന റെഡ് സ്റ്റാർ വിഭാഗത്തിൽപ്പെടുന്ന ചുവന്ന നക്ഷത്രത്തിനെ കണ്ടുപിടിക്കുന്നത്. ഈ നക്ഷത്രത്തെ ചുറ്റുന്ന ഒരു ഗ്രഹമാണ് നമ്മുടെ K2-18b. ഏകദേശം 124 പ്രകാശവർഷം അകലെയുള്ള ഈ ഗ്രഹത്തെ കണ്ടുപിടിക്കുന്നത് 2015 ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് ഉപയോഗിച്ചാണ്. സൂര്യനേക്കാൾ വളരെ ചെറിയ നക്ഷത്രമാണ് ഇതിനെന്ന പ്രത്യേകത നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ സൂര്യൻ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ 2.3% ഊർജം മാത്രമേ ഈ ഒരു ഗ്രഹത്തിന് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ വളരെ മങ്ങിയ നിറത്തിലുള്ള ഒരു റെഡ് സ്റ്റാർ നമ്മുടെ K2-18b എന്ന ഗ്രഹത്തിൻ്റെ നക്ഷത്രം. അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ ഹാബിറ്റബിൾ സോൺ എന്ന് പറയുന്നതും വളരെ ചെറുതാണ്. നമ്മുടെ ഭൂമിയുടെയും സൂര്യൻ്റെയും കാര്യമെടുത്ത് നോക്കുകയാണെങ്കിൽ സൂര്യൻ്റെ ഹാബിറ്റബിൾ സോണിലൂടെ വലം വയ്ക്കുന്ന ഗ്രഹമാണ് നമ്മുടെ ഭൂമി. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നതും. K2-18bൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതതിൻ്റെ നക്ഷത്രത്തിൻ്റെ ഹാബിറ്റബിൾ സോണിലാണ് ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇതിൽ ജീവൻ്റെ അംശമുണ്ടെന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ നിരീക്ഷിക്കുന്നതിൻ്റെ പ്രധാന കാരണം. മാത്രമല്ല, നമ്മുടെ സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയിലുള്ള ദൂരത്തിൻ്റെ വെറും 16% മാത്രമേ ഈ ഗ്രഹങ്ങൾക്കിടയിലുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ K2-18bക്ക് അതിൻ്റെ നക്ഷത്രമായ K2-18നെ വലം വയ്ക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ സ്വന്തം ഭ്രമണം പൂർത്തിയാക്കാൻ വെറും 33 ദിവസങ്ങൾ മാത്രം മതി. അതായത് അവിടുത്തെ ഒരു വർഷം എന്ന് പറയുന്നത് വെറും 33 ദിവസങ്ങൾ മാത്രമാണ്. നമ്മുടെ സൂര്യനെ പോലെ തന്നെ ഈ ഗ്രഹത്തിനും ഒരു നക്ഷത്രമുണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. ഈ ഗ്രഹത്തിൻ്റെ നക്ഷത്രമാണ് K2-18. ഇത് ഒരു റെഡ് സ്റ്റാർ വിഭാഗത്തിൽപ്പെടുന്ന നക്ഷത്രമാണ്. അതിനാലൊക്കെ തന്നെ ഇതിൽ നിന്ന് ഒരുപാടധികം റേഡിയേഷൻസ് പുറത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ ഇതിനോടടുക്കും തോറും റേഡിയേഷൻ അത്രമേൽ ഏൽക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഗ്രഹം അതിൻ്റെ നക്ഷത്രത്തോട് ഒരുപാട് അടുത്തിട്ടാണുള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ജീവനുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് ഒരു കൂട്ടം ആൾക്കാർ പ്രതിപാദിക്കുന്നു. പക്ഷേ ഈ ഗ്രഹത്തിൽ നിന്ന് ജീവനുണ്ടാകുവാൻ അല്ലെങ്കിൽ ജീവനെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു തരം തന്മാത്ര കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ DMS എന്നാണ് പറയുന്നത്. ഡൈമീഥൈൽ സൾഫൈഡ് എന്നാണ് അതിൻ്റെ പൂർണ്ണനാമം. ഈ തന്മാത്രയാണ് ഇത്തരത്തിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇതിലെ ആശ്ചര്യകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയിലെ സൈറ്റോപ്ലാന്റ് എന്ന് പറയപ്പെടുന്ന കടലിൽ കാണുന്ന ആൽഗകളാണ് ഇത്തരത്തിലുള്ള തന്മാത്ര ഉണ്ടാക്കുന്നത്. നിലവിൽ മനുഷ്യന് അറിയാവുന്ന ജീവനുള്ള ഏക ഗ്രഹം നമ്മുടെ ഭൂമി മാത്രമാണ്. ബാക്കിയെല്ലാം ഒരു തരത്തിലുള്ള ഊഹങ്ങൾ മാത്രമാണ്. എന്നാൽ ജീവനുള്ള നമ്മുടെ ഭൂമിയിൽ ഈ പറഞ്ഞ DMS എന്ന തന്മാത്ര ഉൽപ്പാദിപ്പിക്കുന്നത് ഈ സൈറ്റോപ്ലാന്റുകൾ മാത്രമാണ്. മറ്റൊരു രീതിക്കും ഈ തന്മാത്ര ഉണ്ടാകുന്നതായി നമുക്കറിവില്ല. അതിനാലൊക്കെ തന്നെയാണ് K2-18bയിൽ ഈ പറഞ്ഞ DMS ഡിറ്റക്ട് ചെയ്തതിനാൽ തന്നെ അവിടെ ജീവൻ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്ന് ശാസ്ത്രലോകം അനുമാനിക്കുന്നത്. എന്നാൽ ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ജീവനുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും നമ്മളെപ്പോലെ മനുഷ്യരൂപമോ അല്ലെങ്കിൽ അതിനോട് സാമ്യപ്പെട്ടതോ നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുള്ളതുപോയ രൂപങ്ങളായിരിക്കണമെന്നില്ല. മറിച്ച് ഒരു ചെറിയ സമുദ്രമോ സമുദ്ര തുല്യമായ എന്തെങ്കിലും തടാകമോ അത്തരത്തിൽ ജീവിക്കുന്ന ചെറിയ ചെറിയ ബാക്ടീരിയ മുതൽ സൂക്ഷ്മാണുക്കൾ വരെ ഈ ഗണത്തിൽപ്പെടാം. ഇത്തരത്തിൽ ജീവന സാധ്യതയായ എന്തൊരു വസ്തുവും, അതായത് നിലവിൽ ജീവൻ ഉണ്ട് എന്ന് പറയുക ആണെങ്കിൽ തന്നെ നമ്മെ സംബന്ധിച്ച് അതൊരു അന്യഗ്രഹ ജീവൻ തന്നെയാണ്. എപ്പോഴും അത് നമ്മെ സംബന്ധിച്ച് ഒരു ഏലിയൻ സ്പീഷീസ് തന്നെയാണ്. അത്തരത്തിൽ ഉള്ള പ്രതിപാദനമാണ് ഇത്തരമുള്ള അഭിപ്രായമായി രംഗത്ത് വന്നിട്ടുള്ളവർക്ക് മുൻതൂക്കം നൽകുന്നതും. എന്നാൽ
പ്രപഞ്ചത്തിൽ മറ്റൊരു ജീവനുണ്ട് എന്ന് പ്രതിപാദിക്കുന്നതിനുള്ള ഒരേയൊരു കാരണം മാത്രമാണിത്. രണ്ടാമതായി മറ്റൊരു കാരണം കൂടി ഇത്തരം പ്രതിപാദനങ്ങൾക്ക് പിന്നിലുണ്ട്. അത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അന്തരീക്ഷത്തിലുള്ള മീഥൈൻ എന്ന മൂലകത്തിൻ്റെ സാന്നിധ്യമാണ്. ഇതെങ്ങനെ ജീവനുണ്ട് എന്നതിൻ്റെ തെളിവാകും എന്ന് നിങ്ങൾ ചിന്തിച്ചോ? അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജന്തുജാലങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ അല്ല അന്തരീക്ഷത്തിലാണ് ഇത്തരം വാതകം രൂപപ്പെടുകയുള്ളൂ. എന്നാൽ അത് പൂർണ്ണമായും ജീവജാലങ്ങൾ ഉള്ളതുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഉരുകിയ ലാവ നിറഞ്ഞു നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ വൻതോതിൽ ഈ പറഞ്ഞ മീഥേൻ കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ടൊക്കെ തന്നെ ജീവൻ അവിടെ ഉണ്ടെന്ന് ഒരിക്കലും ഉറപ്പിച്ചു പറയുക സാധിക്കുകയില്ല. എല്ലാം ഒരു രീതിക്ക് നോക്കുമ്പോൾ വെറും അനുമാനങ്ങൾ മാത്രമാണ്. എർത്ത് 2.0 എന്നൊരു പേര് കൂടി ഈ ഗ്രഹത്തിന് നമ്മുടെ ശാസ്ത്രലോകം നൽകിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്രഹവും ഈ K2-18b എന്ന ഗ്രഹവും കൂടി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ഏറെക്കുറെ 9.8 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഈ ഗ്രഹത്തിൻ്റെ ഗ്രാവിറ്റി എന്നത് 11.54 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഗ്രഹം ഭൂമിയേക്കാൾ മാസ് കൂടിയതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. 2023 ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷ ഘടന മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചത്. ഇത്രയും വിദൂരതയിലുള്ള ഒരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷ ഘടന നമുക്ക് എങ്ങനെ മനസ്സിലായി എന്നത് നിങ്ങൾക്കൊരു സംശയമായിരിക്കും അല്ലേ? അതായത് അത് ഞാൻ വളരെ ലളിതമായി നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മൾ രാത്രിയിൽ ഒരു യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ എതിർവശത്ത് വരുന്ന വാഹനത്തിൻ്റെ ലൈറ്റിന് മുന്നിലൂടെ ഒരു വ്യക്തിയോ വസ്തുവോ കടന്നു പോകുമ്പോൾ ആ പ്രകാശത്തിലുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങളില്ലേ? ഇത്തരമൊരു പ്രതിഭാസം ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് പ്രകാശം പുറപ്പെടുവിക്കുന്ന ഒരു നക്ഷത്രത്തിന് മുന്നിലൂടെ ഒരു ഗ്രഹം പോകുമ്പോൾ ആ പ്രകാശത്തിലുണ്ടാകുന്ന വ്യതിചലനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ നക്ഷത്രത്തെ ഒരു ഗ്രഹം വലം വയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ലാതെ ഈ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന പ്രകാശം ഈ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിലൂടെയാണല്ലോ കടന്നു വരുന്നത്. അത്തരത്തിൽ അന്തരീക്ഷത്തിലൂടെ കടന്നു വരുമ്പോൾ അന്തരീക്ഷത്തിൻ്റെ ഘടനയും അന്തരീക്ഷത്തിലുള്ള വാതകങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഈ പ്രകാശത്തിന് വ്യത്യാസങ്ങളും വ്യതിചലനങ്ങളും സംഭവിക്കുന്നു. ഇത്തരം പ്രകാശങ്ങളെ പിടിച്ചെടുത്താണ് നമ്മൾ ആ അന്തരീക്ഷം അല്ലെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷം എന്തുകൊണ്ട് നിർമ്മിതമാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നത്. ഇത്തരത്തിൽ മറ്റൊരു ഗ്രഹത്തിൻ്റെ അന്തരീക്ഷ ഘടന മനസ്സിലാക്കുന്നതിനുള്ള ആധുനിക സാങ്കേതികവിദ്യ നമ്മുടെ ബഹിരാകാശ നിരീക്ഷകനായ JWSTൽ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഈ അനന്തമായ പ്രപഞ്ചത്തിൽ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടാകുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. എന്തൊക്കെയായാലും ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ മനുഷ്യരാശിയുടെ പുതിയ ചുവടുവെപ്പിനുള്ള നാഴികക്കല്ലാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അത്തരത്തിൽ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇന്നും ലോകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശാസ്ത്രലോകം വളരെയധികം പുരോഗമിച്ചും കഴിഞ്ഞു. ഞാനിടുന്ന വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓണാക്കി വെക്കണേ. ലൈക്കും ഷെയറും ചെയ്യുന്ന കാര്യം മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ബൈ.